തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പദ്ധതിയിൽ ബി.ജെ.പി. സംസ്ഥാനത്ത് 9 മണ്ഡലങ്ങൾ ഉറപ്പിക്കാനാണ് നീക്കം. 34 എ ക്ലാസ് മണ്ഡലങ്ങൾ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് മണ്ഡലങ്ങൾ എ, ബി എന്നിങ്ങനെ തരംതിരിച്ചത്. ഇതിൽ കൂടുതലും തൃശ്ശൂരും തിരുവനന്തപുരത്തുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ തിളക്കമില്ല. എങ്കിലും സുപരിചിതനായ നേതാവിനെ മത്സരിപ്പിച്ചാൽ തൃശൂർ പിടിക്കാമെന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. കെ. സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അതേസമയം സുരേഷ് ഗോപിക്ക് മറ്റൊരു പദ്ധതിയാണുള്ളത്രേ. സിനിമാ താരങ്ങളിൽ ചിലരെ മത്സരിപ്പിക്കാമെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു എന്നാണ് വിവരം. പാർട്ടിക്ക് ജനകീയ സ്വഭാവം കൈവരിക്കാനാണിത്. ഉണ്ണി മുകുന്ദൻ, ജയറാം, ദേവൻ തുടങ്ങിയവരെല്ലാം ഇത്തവണ ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയേക്കും. ഇത് ദേവൻ പട്ടികയിലുണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള താരങ്ങളെ മത്സരരംഗത്തിറക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ടുകൾ ലഭിച്ച 9 മണ്ഡലങ്ങൾ ബി.ജെ.പിക്കുണ്ട്. 30,000-ലധികം വോട്ടുകൾ കിട്ടിയ മണ്ഡലങ്ങളും നിരവധിയാണ്. ഈ രണ്ട് ഗണത്തിലുള്ള 34 മണ്ഡലങ്ങളാണ് എ ക്ലാസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാന നേതാക്കളും സിനിമാ താരങ്ങളും മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ തിരുവനന്തപുരത്തെത്തും. കോർപ്പറേഷന്റെ വികസന രേഖ പ്രഖ്യാപിക്കാനാണ് മോദി എത്തുന്നത്. ഈ വേളയിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രഖ്യാപനവും നടക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജനുവരിയിൽ ഉണ്ടാകും. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാനാണ് ബി.ജെ.പിയുടെ ആലോചന.